ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ പാക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സ്കോട്ട് പില്ലേഴ്സിന്റെ പാക്ക് വന്നേക്കുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വെർക്കൽ വാൻഡേക്കാണ്. വാൻഡേക്കിനെ കിട്ടിയോ ഹാപ്പി. ഇതിനകത്ത് ബെല്ലിംഗാം ഉണ്ട്, ഫ്രാങ്കി ഡിങ്ങോ ഉണ്ട്, പിന്നെ വെർജിൽ വാൻഡേക്ക് ഉണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കിട്ടിയാ കൊള്ളാം. സോ ഫസ്റ്റ് ഒരു ഫ്രീ ട്രൈ പോവാം. നമുക്ക് ടാപ്പ് ഒക്കെ ചെയ്ത് നോക്കാം. ടാപ്പ് ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് ഫ്രീ ട്രൈ പോവാം. സോ ലെറ്റ്സ് ഗോ. ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ്, ഒന്നും കിട്ടിയിട്ടില്ല. ഇതാരാണ് അവ്വാറോ. സോ നമുക്ക് ഒരു 900 പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് പോയി നോക്കാം. എന്താവുമെന്ന് അറിയില്ല. ലെറ്റ്സ് ഗോ. ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ. ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ലെറ്റ്സ് ഗോ. വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യമേ മനസ്സിലായത് അതിനകത്തൊന്നുമില്ല. ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം. നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം. അടിച്ചാലോ. ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. ഗേൾ ബാൻഡേക്കാണ് നമ്മുടെ മെയിൻ. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം, ടാപ്പ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കിട്ടിയാലോ. ഉഫ്, ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഒരു 10 4-സ്റ്റാർ പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. What the fuck, man? അറ്റ്ലീസ്റ്റ് ജസ്റ്റ് നോക്കി നോക്കാം. ഓ, ഈ ഈ ഒരു ഷെയ്ഡാണ് എപ്പോഴും നമുക്കൊരു ആ, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഹോപ്പ് വരുന്നത്. ഇത് മഴവില്ലായിരിക്കും എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്താകുമെന്ന് അറിയില്ല. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, ബ്ലാക്ക് ബോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. ബ്ലാക്ക് ബോൾ എന്റെ എങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. ബ്ലാക്ക് ബോൾ എന്നൊക്കെ വരുന്നത്. ബ്ലാക്ക് അനിമേഷൻ പോയി പെസ് കളിച്ച് ബ്ലാക്ക് ബോൾ എന്നൊക്കെ വരുന്നത്. ബ്ലാക്ക് അനിമേഷൻ. ഫ്രാങ്കി ഡിയോനും കിട്ടിയിട്ടുണ്ട്, നമ്മളെ വെർഗൽ വാൻഡേക്കിനും കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ മെയിൻ ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി ഹാപ്പി. ഇപ്പൊ നമ്മൾ 4000 കോയിൻസ് വെച്ചിട്ടാണ് നമ്മൾ കറക്കിയത്. അപ്പൊ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഓപ്പണിംഗ് ആയിരുന്നു. ഓ, ഹിയർ കംസ് ദ ബിഗ് ടൈം ബേബി. ഡായിക്കിനെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഞാൻ പീക്കിനെ എടുത്തിട്ടുണ്ട്. പീക്ക് അത്യാവശ്യം നല്ല ഒരു ഡിഫൻസീവ് എൻഗേജ്മെന്റ് ഉള്ള ഒരു കാർഡാണ്. പീക്ക് അത്യാവശ്യം ഏരിയൽ ഫോർട്ട് നല്ല രീതിക്ക് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മിക്കവാറും പീക്കിൽ നിന്ന് മാറ്റിയിട്ട് നോക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കൊടുക്കാനായിട്ട് എൻ്റെ ബൂസ്റ്റർ ഒന്നും കിടപ്പില്ല. ജസ്റ്റ് എന്നാലും ഒന്ന് നമുക്കൊന്ന് സ്ക്വാഡിലിട്ട് ഒന്ന് കളിച്ചു നോക്കാം. ഇനി എൻ്റെ 2000 കോയിൻ ഉണ്ട്, എടുക്കണോ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ? എനിക്ക് താല്പര്യമില്ല, അല്ല താല്പര്യമില്ല എന്നല്ല, എൻ്റെ ഉണ്ട് ബെല്ലിംഗ്ഹാമിന്റെ കാർഡ്. വേണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അല്ലാണ്ട് ഒരു കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് നോക്കി നോക്കാം. അറിയില്ല കിട്ടുമോ ഇല്ലയോ. 2000 കോയിൻ ഉണ്ട്, നമുക്കൊരു 900 2 പേർക്ക് കിട്ടും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. I don't have any idea if I'm gonna win that or not. ഇല്ല കൈ ഒന്നുമില്ല. മലീക് സോമാൻ കാരാന്തം കേട്ടിട്ടുകൂടിയില്ല. സോ അതും പോയിരിക്കുകയാണ് ഗൈസ്. വിക്ടിം കാർഡിൽ അത്യാവശ്യം നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടി. ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഐ ആം ഹാപ്പി. നമ്മളെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് വാൻഡൈക്ക് ആയിരുന്നു, അത് കിട്ടി. ഇനി ഒരു ബുദ്ധിമുട്ടില്ല, ഐ ആം ഹാപ്പി. ജസ്റ്റ് നമുക്ക് ഈ കോയിൻ പോണരെന്ന് കറക്കി നോക്കാം, ഇൻ കേസ് കിട്ടിയാലോ. അതർവൈസ് ഓൾസോ ഐ ആം ഹാപ്പി ടോട്ടലി. ഇങ്ങനെ നോക്കാം. Sheesh, bro. Let's go. Let's pack Bellingham, guys. കിട്ടുമോ നോക്കാം. ഉണ്ട കിട്ടി. ഇവന്മാര് ഇത് തന്നെ, ഇവന്മാരെ പരിപാടി. ഇവന്മാര് എന്ത് കഷ്ടം നോക്കിയേ. ഒരു കാർഡും തരില്ല ഇവന്മാര്, വെറുതെ മനുഷ്യനെ ബോറടിപ്പിക്കാനായിട്ട്. അതങ്ങനെ കുറെ ടീമുകള്. അപ്പം കഴിഞ്ഞു
പാക്ക് ഓപ്പണിങ് കഴിഞ്ഞു. നമുക്കിനി ഇവരൊന്ന് ലെവൽ ട്രെയിൻ ചെയ്ത് പ്ലെയർ പ്രോഗ്രഷൻ ഒന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്ക്വാഡിലിട്ട് നോക്കാം. എന്താണ് വരുന്ന മാറ്റം എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് നോക്കാം. സോ അതിൻ്റെക്ക് നമുക്കിപ്പോൾ പ്രോഗ്രഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോ കൊടുക്കാം. കാരണം നമുക്കത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലെയർ പ്രോഗ്രഷൻ വീഡിയോ ചെയ്യാം. ഇപ്പം അത്യാവശ്യത്തിന് നമുക്ക് ഓട്ടോ തന്നെ കൊടുത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. രണ്ടെണ്ണത്തിനെയും ലെവൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ലുക്കിംഗ് ഫോർ ദി പ്ലെയർ പ്രോഗ്രഷൻ. നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്ലെയർ പ്രോഗ്രഷൻ വീഡിയോ ചെയ്യാം. നമ്മൾ നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഫ്രാങ്കി ഡിഗോവിന്റെ കാർഡ് അത്യാവശ്യം നല്ല കാർഡായിരിക്കും. കാരണം അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് പുള്ളിക്ക്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ സാബി അലോൺസോ ആണ് ആ പൊസിഷൻ കളിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഇതില്ല. സാബി അലോൺസോ നല്ലതാണ്, അത്യാവശ്യം നല്ല സ്റ്റാറ്റ് ഉണ്ട്. 102 വരുന്നുണ്ട് വിത്തൗട്ട് ബൂസ്റ്റർ. എനിക്ക് തോന്നുന്നു 103 ആവും ബൂസ്റ്റർ കയറുമ്പോഴത്തേനും. പീക്കനെ മാറ്റിയിട്ട് വാൻഡേക്കിനെ ഇട്ടിട്ടുണ്ട്. നോക്കി നോക്കാം നമുക്ക്. അത്യാവശ്യം സ്റ്റാറ്റ് ഉണ്ട്. പക്ഷേ സാബി അലോൺസോയുടെ കാർഡ് അത്യാവശ്യം നല്ല കാർഡാണ്. അത്യാവശ്യം 99, 100 അത്രയും സ്റ്റാറ്റ് ഉണ്ട് ഈ ഒരു ഡിഫെൻസീവ് അവയർനെസ്സും കാര്യങ്ങളും എല്ലാം. സോ കളിച്ച് നോക്കാം. നോക്കുന്നില്ല. പെട്രിയുടെ കാർഡ് സെൻട്രൽ മിഡ്ഫീൽഡ് അത്യാവശ്യം ബോറാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കയറുമ്പോഴത്തേനും കളിക്കുന്നുണ്ട്. സെൻട്രൽ മിഡ്ഫീൽഡ് ഈ ഒരു പൊസിഷനായിട്ട് കളിപ്പിക്കുമ്പോൾ അത്യാവശ്യം ബോറായിട്ടാണ് പരിപാടി പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല, സ്കോഡിൽ ഇട്ടിട്ടില്ല പെട്രീനെ. സോ നോക്കാം, നോക്കാം. പി കെ അത്യാവശ്യം നല്ല സ്റ്റാർട്ട്സ് ഉണ്ട്. പി കെക്ക് എനിക്ക് കൊള്ളാം. ഹൈബോൾ കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് പി കെ. സോ ഇതാണ് പാക്ക് ഓപ്പണിങ്. അപ്പം പാക്ക് ഓപ്പണിങ് തീർന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.